ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ഡിവൈഎഫ്ഐ തിരുവിലാമല വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു. കെ അനിൽ പ്രസിഡന്റായും കെ സജയ് കുമാർ സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ തിരുവിലാമല വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി നീരജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായ അജണ്ടകൾ പൂർത്തിയാക്കുന്ന നിലയിലുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള സമ്മേളനമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയും രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും അടക്കം വിവിധ അജണ്ടകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്ഘാടന പ്രസംഗം എന്ന അജണ്ടയിലേക്ക് നമ്മൾ വരുന്നത്. എന്നാൽ ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും, അതുപോലെ നിങ്ങൾ യൂണിറ്റിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഗ്രൂപ്പ് ചർച്ച, ആ ഗ്രൂപ്പ് ചർച്ചയിൽ നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് പ്രതികരിക്കുന്ന ശിഖാവ് ഇവിടെ അവതരിപ്പിക്കുന്ന പൊതുചർച്ചയും ആ പൊതുചർച്ചയുടെ മറുപടിയും അടക്കുന്നതാണ് ഈ സമ്മേളനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശിഖാക്കളോട് ആമുഖമായി എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഈ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് പുതിയ കാലമാണ്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രധാന നേരത്തെ മനോജേട്ടൻ സൂചിപ്പിച്ചതുപോലെ 1980 പഞ്ചാബിലെ ലുധിയാനയിൽ ആരംഭിച്ച കാലല്ല. മേഖലാ പ്രസിഡന്റ് കെ അനിൽ അധ്യക്ഷത വഹിച്ചു. കെ സജയ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽരാജ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ ആർ മനോജ്, ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കെ സജയ് കുമാർ സെക്രട്ടറിയായും കെ അനിൽ പ്രസിഡന്റായും എൻ രാജേഷ് ട്രഷററായും പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. തിരുവല്ലാമലയിലെ വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും സ്ഥിരം ശല്യമായി മാറിയ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി വാസയോഗ്യമായ ഇടം ഒരുക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് CCV.